ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നേച്ചർ 360. ഇന്നൊരു സ്കിൻ വൈറ്റനിങ് ക്രീം നമ്മൾ പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത്. ഇത് മുമ്പ് ചെയ്ത സ്കിൻ വൈറ്റനിങ് ക്രീമിനേലും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ സെലിബ്രിറ്റീസൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്കിൻ ക്രീമാണ്. കോസ്റ്റ്ലിയാണ് കുറച്ച്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തന്നെ നമ്മളൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കുന്നുണ്ട്. അതിലേക്ക് ഓയിൽസാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുക്കുന്നത് കേസർ ഓയിലാണ്, ബദാമിൻ്റെ ഓയിലാണ്. അതൊരു 5 grams ഓൾമോസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് വൈറ്റമിൻ സി ഓയിലാണ്. അത് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നേച്ചർ 360 ചാനലിൽ. ഓറഞ്ചിൻ്റെ പീല് വെച്ചിട്ട് നമ്മൾ വൈറ്റമിൻ സി ഓയിൽ പ്രിപ്പയർ ചെയ്തതാണ്. ആ ഓയിലാണ് ഞാനിവിടെ ആഡ് ചെയ്യണത്. അതും ഒരു 5 grams ഓൾമോസ്റ്റ്. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് മഞ്ചിസ്ത ഓയിലാണ്. ഇതിൽ ആഡ് ചെയ്തേക്കണ മോസ്റ്റ്ലി ഓയിൽസും നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. മഞ്ചിസ്ത ഓയിലിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡഡ് ആണ്. മഞ്ചിസ്ത ഓയിലും 5 grams ആണ്. അത് 5.8 ആയി. 0.8 കുറച്ച് കൂടിയിട്ടുണ്ട്, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് എമൾസിഫയിങ് ഏജൻസ് ആണ്. അതിന് മുമ്പായിട്ട് ക്യാരറ്റ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യണം. ക്യാരറ്റ് ഓയിൽ 5 grams തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ക്യാരറ്റ് ഓയിലിൻ്റെയും വീഡിയോ നമ്മുടെ നേച്ചർ 360 ചാനലിൽ അവൈലബിൾ ആണ്, പ്രിപ്പറേഷൻ വീഡിയോ. നെക്സ്റ്റ് എടുക്കുന്നത് നമ്മൾ ടീ ട്രീ എസൻഷ്യൽ ഓയിലാണ്. ടീ ട്രീ എസൻഷ്യൽ ഓയിൽ 3 grams ആണ് എടുക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ കൂടുതൽ എടുക്കരുത്. ഇത് മുഖത്തൊരു പൊള്ളലൊക്കെ ഏൽക്കും. പൊള്ളലല്ല, ഒരു ബേണിംഗ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യും അധികം എടുത്തു കഴിഞ്ഞാൽ. ഈ ചാനലിൽ നമ്മൾ എടുത്തേക്കണ അളവിൽ തന്നെ എടുക്കുക. ടീ ട്രീ എസൻഷ്യൽ ഓയിൽ നമ്മൾ 3 grams എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് ഇത് ആക്ച്വലി 3 ഫേസസ് ആയിട്ടാണ് നമ്മൾ ചെയ്യണത്. ഓയിൽ ഫേസ്, വാട്ടർ ഫേസ്, കൂൾ ഫേസ്. 3 ഫേസാണ്. ഇതിൽ ഫസ്റ്റ് ഫേസാണ് ഓയിൽ ഫേസ്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് നിയാൻസിനമൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്സ് ആണ് ആഡ് ചെയ്യണത്. എമൾസിഫയിങ് ഏജൻ്റ് ആണത്. വാക്സ് ആണ് നമ്മൾ ആഡ് ചെയ്യണത്. ഇതൊരു 6 grams നമ്മൾ എടുക്കുന്നുണ്ട്. ഞാൻ 2 തവണയായിട്ടാണ് ഇത് എടുക്കുന്നത്. ടോട്ടലി 6 grams വാക്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഈ ഓയിൽസിനെ ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ വാക്സ്. നാച്ചുറൽ ഏജൻ്റാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മൾ കെമിക്കൽസ് ഒന്നും ഇതിൽ ആഡ് ചെയ്യണില്ല. 0 chemicals ആണ്. ഇപ്പോൾ 4 grams എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 2 grams കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇപ്പോൾ എടുക്കുന്നത് സീറ്റൈൽ ആൽക്കഹോൾ. ഇതും ഒരു എമൾസിഫയിങ് ഏജൻ്റാണ്. ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറാനായിട്ടുള്ള എമൾസിഫയിങ് ഏജൻ്റാണ് സീറ്റൈൽ ആൽക്കഹോൾ.
ഇത് നമ്മൾ 3 ഗ്രാംസാണ് ആഡ് ചെയ്യണത്. ഈ വാക്സ് റെസ്റ്റ് 2 ഗ്രാംസാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. നേരത്തെ 4 ഗ്രാംസ് ആഡ് ചെയ്തു, ബാക്കിയുള്ള 2 ഗ്രാംസാണ് ഇപ്പോൾ ആഡ് ചെയ്യണത്. ഇത് നമുക്ക് ക്രീമി കൺസിസ്റ്റൻസി എത്രത്തോളം വേണം അതിനനുസരിച്ച് ആഡ് ചെയ്യണം. പിന്നെ ഇതിന് ഓരോന്നും കാൽക്കുലേഷൻസ് ഉണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യണത് സ്റ്റെറിക് ആസിഡാണ്. സ്റ്റെറിക് ആസിഡ് 6 ഗ്രാംസാണ് ആഡ് ചെയ്യണത്. ഇതും ഒരു എമൾസിഫയിങ് ഏജൻറ്റാണ്. നമ്മൾ 3 എമൾസിഫയിങ് ഏജൻറ്റാണ് നമ്മൾ ആഡ് ചെയ്യണത്. ഇത് പൊതുവേ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന എല്ലാ ക്രീം ഐറ്റംസിലും ബേസായിട്ട് യൂസ് ചെയ്യുന്നത് ഈ എമൾസിഫയിങ് ഏജൻസാണ്. ഈ വാക്സ്, സീറ്റൈൽ ആൽക്കഹോൾ, സ്റ്റെറിക് ആസിഡ്. പിന്നെ ചിലവർ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പിന്നെ വേറെ കുറച്ചും കൂടി കെമിക്കൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ഇത് പ്യൂർ കെമിക്കൽസ് അല്ല, ഇത് ഫുൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, റോ മെറ്റീരിയൽസ് എല്ലാം കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മുടെ ഈ കോമൺ ആയിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ക്രീം ഐറ്റംസിലേക്കാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് കാണാൻ പറ്റുള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ എടുക്കുന്നത് വാട്ടർ ഫേസിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ ഓയിൽ ഫേസിലുള്ളത് കഴിഞ്ഞു. ഇപ്പോൾ നെക്സ്റ്റ് വേറൊരു പാത്രം എടുക്കുക, സ്റ്റീലിൻ്റെ തന്നെ പാത്രം എടുക്കുക. അതിൽ വാട്ടർ ഫേസിന് വേണ്ടിയിട്ട് നമ്മൾ റോസ് ഹൈഡ്രോസോളാണ് ഫസ്റ്റ് ആഡ് ചെയ്യണത്. ഇത് ഞാനൊരു 60 ഗ്രാമോളം റോസ് ഹൈഡ്രോസോൾ ആഡ് ചെയ്യുന്നുണ്ട്. റോസ് ഹൈഡ്രോസോൾ ഇല്ലാത്തവർക്ക് ഡീമിനറലൈസ്ഡ് വാട്ടർ ആഡ് ചെയ്യാം. സാധാ നമ്മൾ പൈപ്പിലെ വെള്ളം യൂസ് ചെയ്യരുത്, ഡീമിനറലൈസ്ഡ് വാട്ടർ വേണം യൂസ് ചെയ്യാൻ. അതില്ലെങ്കിൽ നമുക്ക് റോസ് ഹൈഡ്രോസോൾ ആഡ് ചെയ്യാം. ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഹിബിസ്കസിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം, ഹിബിസ്കസ് എക്സ്ട്രാക്റ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളത്. അതൊരു 20 ഗ്രാമോളം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മൾ ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഡയറക്റ്റ് ഹീറ്റ് കിട്ടാത്ത രീതിയിൽ ചൂടാക്കി എടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഹീറ്റ് ആകും, ഒരുപാട് ടൈം എടുക്കില്ല. നമ്മൾ ഈ ആഡ് ചെയ്തേക്കണ ഈ വാക്സും ഈ എമൾസിഫയിങ് ഏജൻ്റ് എല്ലാം ഒന്ന് മെൽറ്റ് ആവണ വരെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് ഒന്നിച്ച് ഒഴിക്കുക. അതായത് ആദ്യം നമ്മൾ വാട്ടർ ഫേസിലുള്ളതാണ് ഒഴിക്കുന്നത്, അതിലേക്ക് തന്നെ നമ്മൾ ഓയിൽ ഫേസിലുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഒഴിക്കുക, മെൽറ്റ് ചെയ്തത്. നമ്മൾ ചേർത്തേക്കുന്ന ഓയിൽസിൻ്റെ ഒക്കെ കളറാണ്, നമ്മൾ വേറെ കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ടിത് ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക, വിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചൂടാറണനുസരിച്ച് ഇത് ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറി വരും. ചൂടാറുന്ന താമസം ഉണ്ടാവും, അത് ക്രീം കൺസിസ്റ്റൻസിയിലേക്ക് മാറാൻ ചൂടാറുന്ന താമസം ഉണ്ടാവും. ഉടനെ തന്നെ ആയിക്കോളും. നമ്മൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് പരുന്ന പാത്രത്തിൽ വേണം എടുക്കാൻ, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്.
ഈ ക്രീം യൂസ് ചെയ്യുന്നത് കൊണ്ട് മുഖത്തെ കറുത്ത പാട്, പിമ്പിൾസ്, ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ ഇങ്ങനത്തെ പ്രോബ്ലംസും സോൾവ് ആവും റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ. ക്രീമായി വരുന്നുണ്ട്. ക്രീം കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ആ ചൂട് ആറണ ഒരു പോയിന്റിലാണ് ക്രീം കൺസിസ്റ്റൻസി ആവുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ സ്റ്റിക്ക് ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് ഉള്ളത് കൂൾ ഫേസ് ആണ്. നമ്മൾ കൂൾ ഫേസിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കോജിക് ആസിഡാണ്. കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ്. നമ്മുടെ സ്കിന്നിലുള്ള മെലാനിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനായിട്ടുള്ള ഏജൻ്റാണ്. ഇത് ഫെയർ ആൻഡ് ലവ്ലി അതുപോലത്തെ വൈറ്റനിങ് ക്രീംസിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് വേറെ അങ്ങനെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളൊന്നും അങ്ങനെ ആർക്കും വരില്ല. പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണവർ സ്കിന്നിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ കുറച്ചൊന്ന് യൂസ് ചെയ്തിട്ട് 1-2 ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ആഡ് ചെയ്യുന്നത് ഫിനോക്സി എഥനോൾ എന്ന് പറഞ്ഞാൽ പ്രിസർവേറ്റീവാണ്, നാച്ചുറൽ പ്രിസർവേറ്റീവാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതൊരു 2 to 5 ഡ്രോപ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ. ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്കിന്നിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കൂടാൻ വേണ്ടിയിട്ടാണ്. ഈ ക്രീമിൻ്റെ കണ്ടൻസ് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊപ്പലിൻ ഗ്ലൈക്കോൾ ആഡ് ചെയ്യുന്നത്. അതും 2 to 5 ഡ്രോപ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് ഗ്ലൂട്ടാത്തയോൺ. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഗ്ലൂട്ടാത്തയോൺ എന്നുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇത് കുറച്ച് വളരെ കോസ്റ്റ്ലിയാണ്. ഇത് പെർ kg വരുന്നത് 40,000 സംതിങ് ആണ് നമുക്ക് വരുന്നത്. അത് ഞാനൊരു 5 ഡ്രോപ്സോളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതും സ്കിൻ വൈറ്റനിങ് ഏജൻ്റാണ്. സെലിബ്രിറ്റീസൊക്കെ ഇതിൻ്റെ ഇഞ്ചക്ഷനും ടാബ്ലറ്റ്സൊക്കെ യൂസ് ചെയ്യും കോമൺലി സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. നമ്മൾ അതിൻ്റെ സെറമാണ് ആഡ് ചെയ്യണത് ഗ്ലൂട്ടാത്തയോണിൻ്റെ. ഇതൊരു 2 weeks നമ്മൾ യൂസ് ചെയ്ത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്തൊരു 12 hours കഴിഞ്ഞിട്ടേ നമുക്കിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തതുകൊണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൻ്റെ കൂടെ വൈറ്റമിൻ B3 പൗഡർ ഉണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. ഇതാണ് ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത ക്രീം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 150 grams ഉണ്ട്. നമ്മൾ 50 ഗ്രാമിന് തന്നെ ഈ ഗ്ലൂട്ടാത്തയോൺ ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് കൊണ്ടുള്ള ക്രീം ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ തന്നെ 500-600 റേഞ്ച് വരും. നമുക്കതിനും കുറഞ്ഞ ചിലവിൽ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മോർണിംഗ് യൂസ് ചെയ്യാം, നൈറ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. മെൻസിനും വിമൻസിനും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ക്രീമാണ്. ഇതൊരു 2 years വരെ ഷെൽഫ് ലൈഫ് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നേച്ചർ 360 എന്നുള്ള ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഫേസ്ബുക്കിലും അവൈലബിൾ ആണ്, നേച്ചർ 360 എന്നുള്ള പേരിൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താങ്ക് യു.